കൊച്ചേ ഇനി വന്നേ. ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് ഓഫീസർ കേസ് അന്വേഷണം സീരിയസ് ആയി തന്നെ എടുക്കുമെന്ന് മനസ്സിലാക്കാൻ പരാതി എന്തിനെ കളക്ടർക്ക് അയച്ചു? ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒരു കമ്പി അടിച്ചാൽ പോരായിരുന്നു. പുറപ്പെട്ടു പോയ അപ്പനെ അവർ കണ്ടുപിടിച്ചു വരുമായിരുന്നല്ലോ. ഞാനൊന്ന് പറഞ്ഞത് തന്നെയാ നേരെ. മക്കൾ കാരണം ജീവിതം എടുത്ത ശേഖരമേനോൻ കുറ്റിപ്പുറത്തുനിന്ന് ഒരു സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് സെപ്റ്റംബർ 13 ബോംബെക്ക് വണ്ടി കയറി. അതിനുള്ള രേഖകളെല്ലാം എന്റെ കയ്യിലുണ്ട്, മനസ്സിലായോ? എന്റെ പൊന്നു കൊച്ചേ, ഇനി ബോംബെ ചെന്ന് മേനോനെ കണ്ടുപിടിക്കണമെന്നാണെങ്കിൽ ആ കളക്ടറോട് എന്ന് പറഞ്ഞാൽ മതി. ജീപ്പറോ ഞാൻ മുട്ടത്തറ സർക്കിൾ ഇൻസ്പെക്ടർ സച്ചിദാനന്ദൻ. സർ, ഫോർമാലിറ്റീസ് ഒന്നും വേണമെന്നില്ല, ഞാനിപ്പോ സസ്പെൻഷനില്ല. അറിയാം സാർ, പേപ്പറിൽ വായിച്ചിട്ടുണ്ട്. അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഞാൻ. ഇതെന്റെ സുഹൃത്ത് ഹരീന്ദ്രൻ. പരിചയമുണ്ട് സാർ. പറയൂസേ, ചായ ശരിക്ക് പാലൊഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്തോളാൻ പറ. പതയുണ്ടാകും സാർ, ടേസ്റ്റിയാ. ചായ ഒന്നും വേണ്ട. നിങ്ങൾ ഇന്ന് ശേഖരമേനോന്റെ മകളെ കണ്ടു എന്ന് പറഞ്ഞു. അതായത് കളക്ടറിനെ വിളിച്ച്. മനസ്സിലായി. മേനോന്റെ തിരോധാനത്തെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയ പുതിയ ഇൻഫർമേഷനെ പറ്റിയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. സാർ, ഇത് സെപ്റ്റംബർ 13 കുറ്റിപ്പുറത്തുനിന്ന് കുർള എക്സ്പ്രസിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവരുടെ ചാർട്ടാണ്. ദേ കണ്ടോ, പി ശേഖരമേനോൻ, 58 years old, മെയിൽ, കുറ്റിപ്പുറം ടു ബോംബെ, സീറ്റ് നമ്പർ 21. യെസ്, ഇത് അദ്ദേഹം തന്നെ. ഏതായാലും ജീവിച്ചിട്ടുണ്ടല്ലോ, സമാധാനായി. ആർക്കെങ്കിലും ആവട്ടെ. ഈ ചാർട്ട് കൊണ്ട് മാത്രം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൃപ്തനാവില്ല. ഞാൻ തൃപ്തനായില്ല സാർ. അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തി. അങ്ങനെയാണ് ശേഖരമേനോന്റെ കൂടെ യാത്ര ചെയ്ത ഒരു ഹമീദിനെ ഞാൻ കണ്ടെത്തിയത്. ഏത് ഹമീദ്? സഫർ ട്രാവൽസിലെ ഒരു ജീവനക്കാരനാണ് ഹമീദ്. ഹമീദ് ഞാനാണ്. എന്നാ കാര്യം? ഞങ്ങളെ SI മാത്യു വർഗീസ് അയച്ചാണ്. ഇരിക്കൂ.